ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ സഭയിൽ വന്നിട്ട് ഇത്ര വർഷമായി, അല്ലെ ഇടപെടുന്നിട്ട് ഇത്ര വർഷമായി. എനിക്ക് ആരോടൊന്നുമില്ല. എന്നോട് എന്തെങ്കിലും ഉണ്ട് ദൈവനാമത്തിൽ വെറുതെയാ, വെറുതെയാ, അഭിനയമാ മുഴുവൻ. അന്ന് നിരപ്പായെങ്കിൽ പിന്നെ എന്തെങ്കിലും, പിന്നെ അന്ന് വിട്ട് കളഞ്ഞെങ്കിൽ പിന്നെ ഈ ചിന്ത ഉണ്ടാകുമോ? പിന്നെ ചിന്ത വരുമോ? നിങ്ങൾ പറ. ഇന്ന് ഇച്ചിരിയേറെ സമയം ഞാൻ പ്രസംഗിക്കാൻ തന്നെ കരുതി കൂട്ടി നിൽക്കുന്നത്. കാരണം എനിക്ക് ഇച്ചിരി കാര്യം പറയാനുണ്ട്. നിങ്ങളോട് മാത്രമല്ല, ഓൺലൈനിൽ പല ദൈവമക്കളുണ്ട്. അപ്പോൾ ചില കഴിഞ്ഞ ദിവസവും പറഞ്ഞ് ഇച്ചിരിയേറെ സമയം ഒന്ന് പ്രസംഗിക്കണേ. പ്രസംഗമൊന്നും വലിയ മെച്ചമല്ലെങ്കിലും ചില ഗുണദോഷങ്ങളായി പറയാനുള്ളത്. അത് നിങ്ങൾക്ക് തന്നെയല്ല, എനിക്കും കൂടെ ഉള്ളതാണ്. നിങ്ങളെല്ലാം കൂടെ വിളിച്ചെടുത്ത് അയാൾ നല്ല മിടുക്കനായി അടിച്ച് ഞങ്ങളെല്ലാം കൂടെ ഒതുക്കി ചുരുട്ടി കയറ്റി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ എന്നോടും കൂടെ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെയുള്ള ചിന്തകളും വിചാരങ്ങളും ഒന്നും ഉണ്ടാകരുത്. പൂർണ്ണഹൃദയ സേവനം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ? പൂർണ്ണഹൃദയ സേവനം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ? പാതി മനസ്സോടെ കിട്ടുന്ന ദേവപൂജയെ വരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാം. പാതി മനസ്സോടെ കിട്ടുന്ന ദേവപൂജയെ വരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാം. പൂർണ്ണഹൃദയ സേവനം ദേവജാതന് പരിപൂർണനാകും ഇത് വേണ്ടതാണോ? പൂർണ്ണഹൃദയ സേവനം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ? അവ ഹൃദയശുദ്ധിയുള്ളവൻ ആ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ. അപ്പൊ യോസേഫ് നേരത്തെ ഇതിന് ക്രമീകരണം വരുത്തിയതാണ്. ഇവര് മിസ്രൈമിൽ നിന്ന്, ആ കനാനിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് അപ്പനും എല്ലാം കൂടെ വന്നപ്പം യോസേഫ് ഇവരോട് പറഞ്ഞതാ, എനിക്കൊന്നുമില്ല. ഇവര് യോസേഫിന്റെ വീട്ടിൽ വന്ന് വെപ്രാളം എല്ലാം കാണിച്ചില്ലേ? വെപ്രാളം കാണിച്ചപ്പോ യോസേഫ് അകത്ത് പോയി, അറയ്ക്കകത്ത് പോയി കരഞ്ഞു. എന്തും ഈ മാതൃകാപരമായ നല്ല കാര്യങ്ങളുണ്ട്. അറയ്ക്കകത്ത് പോയി എന്ന് പറഞ്ഞ വേറെ ആരെയും കണ്ടില്ല കരയുന്നത്. നമ്മളന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് അലറിയാണെന്ന് കരയുന്നത്. ഒരുപാടൂ എന്നാ പഞ്ചായത്ത് മെമ്പറും വന്നു, അപ്പുറത്തെ അവരും വന്നു. ഉടനെ തന്നെ നെഞ്ചത്തോടെ 5 തല ഇല്ലാത്ത കണ്ണുനീര്. യോ, നിങ്ങൾ തന്നെ മിണ്ടാതിരിക്കുന്നു. ഒന്ന് അടുത്തോളെ, അമ്മാമ്മ കരയാം, അമ്മാമ്മ കരയാന്ന്, അമ്മാമ്മ എന്ന് പറഞ്ഞ സഹതാപതരംഗം. നിങ്ങളല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? സഹതാപതരംഗം. യോസേഫ് കരയുന്നത് ആരും കണ്ടില്ല. അങ്ങനല്ലേ വായിച്ച നിങ്ങളെ ഭാഗം വല്ലതും കണ്ടോ? ഉച്ചത്തിൽ കരഞ്ഞു. ആരും ആ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. അവൻ മൈക്കിൽ കൂടെ വായിച്ച, അവൻ കരയേണ്ടതിന് മൈക്കിൽ കൂടെ വായിക്കാൻ. അനുജനെ കണ്ടിട്ട് യോസേഫിന്റെ മനസ്സ് ഉരുകിയത്. ബെന്യാമീനെ കാണും. എത്ര നാട് കൂടി നിന്നാ ബെന്യാമീനെ കാണുന്നത്? സ്വന്തം അനിയനെ കാണുക. സ്വന്തം അനിയനെ കണ്ടപ്പോ പുറംതിരിഞ്ഞ് നടന്നെന്നാണോ? ചേട്ടൻ അനിയനെ കണ്ടു, അല്ലെ അനിയൻ ചേട്ടനെ കണ്ട് ഉടനെ മിണ്ടാതെ അടുത്ത ഓട്ടോയ്ക്ക് കയറി മിണ്ടുന്നില്ല. കാര്യം ഇവിടെ നിങ്ങളും ചേട്ടാനിയന്മാരും ഉടക്കാന്നോ? നിങ്ങളെല്ലാം മിണ്ടാതിരിക്കും. ചിലപ്പോ എന്റെ കണ്ണുമട്ടത്തവന് കണ്ടാ ഞാൻ അവനെ വടിവാളിന് ആരെ വിട്ടു? ചേട്ടൻ അനിയനെ വിട്ടുവന്ന്. എന്തിന്? വടിവാളിന്. ഞാൻ എടുത്തോണ്ട് ചോദിച്ചു, എടാ നീയൊക്കെ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയാണോ ഇറങ്ങി വന്നത്?
ഞാൻ സഹോദരന്മാരോട് പറയാം, ജ്യേഷ്ഠാനുജന്മാരോ അല്ലെങ്കിൽ ചേടുത്തിയനിയത്തിമാർ അലോഗ്യം ഉണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്. ഈ വരുന്ന സ്ത്രീകൾ പല വീട്ടിലല്ലേ, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്തതും യോജിക്കാത്ത പല കാര്യങ്ങൾ കാണും. ചില വീടുകളിൽ ഇഞ്ചക്ഷൻ കൊടുക്കും. അതിന് ഞങ്ങളുടെ അമ്മ പറയുന്ന തലയണ മന്ത്രം വന്ന ഇഞ്ചക്ഷൻ. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളോട് എന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് മിണ്ടരുതെന്ന്. അവിടെ അങ്ങനെയൊക്കെ എന്നാലും അവനത്ര ശരിയല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇന്നാളിനോട് പറഞ്ഞത് എൻ്റെ ചങ്ക് ഇപ്പോഴും ഓർക്കുമ്പോ എനിക്ക്. അതുകൊണ്ട് ഈ ഏരിയ നമുക്ക് താമസിക്കേ നിങ്ങൾ പിന്നെ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നു. ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. 2:30 ആയാലും ഉറങ്ങുകയില്ല, പാതിരാത്രി ആയാലും ഇഞ്ചക്ഷൻ. നിങ്ങൾക്കറിയില്ല എത്ര പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഭിപ്രായം കേൾക്കാനില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് അടക്കി പറഞ്ഞ് ഇതെനിക്ക് പൊതുവി പറയാം. എന്തിനാ നീ ഒത്തിരി പൊതുവി പറയുന്നു? നിന്റെ പൊന്നുനാവ് തുറക്കാതിരിക്കുന്നതാ. സ്തോത്രം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ജ്യേഷ്ഠനും അനുജനും കൂടെ കാണുക. കണ്ടിടനെ ഒന്നുകൂടെ വായിച്ചാ. അനുജനെ കണ്ടിട്ട്, അയ്യോ, അനുജനെ കണ്ടിട്ട് യോസേഫിന്റെ മനസ്സ് ഉരുകിയതുകൊണ്ട്, യോസേഫിന്റെ മനസ്സ് നിനക്ക് സഹോദരങ്ങളോട് ഒരു ഉരുക്കം ഉണ്ടായിരിക്കണം. നിന്റെ സ്വന്തം സഹോദരൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചിലപ്പോ 2 പേര് വന്നാൽ അപ്പൊ 2 2 4, ഞങ്ങൾ 2 6, പിന്നെ അമ്മച്ചിയുണ്ട് 6 1 7. ആരേലും ഒന്ന് നടന്നു നിന്ന് അവർക്ക് ഒന്ന് കൊടുക്കണ്ടേ? അത് 10 മേടിച്ചു. ഞങ്ങൾ ഈ 10 ഏത്തക്കാപ്പുമായിട്ട് ആ വീട്ടിൽ ചെന്ന അപ്പൊ ഇത് കൊടുത്തു. അപ്പൊ ഇത് തുറന്നപ്പം നല്ല ഏത്തക്കാണ്. ഇത് തുറന്നപ്പം സ്വന്തം പെറ്റതള്ള അപ്പുറം നിന്ന് നടന്നു വരും. അവന് സ്വന്തം മകൻ ഏത്തക്ക കൊടുത്തോണ്ട് ഓടി. ഇത് ഞാൻ നിർമ്മിതകര പറഞ്ഞതല്ല, നടന്ന കാര്യമാണ്. എവിടെ സ്ഥലവും പേരും ഒന്നും ഞാനിപ്പോ പറയത്തില്ല. അവർക്ക് മനസ്സിലായി അവരുടെ കാര്യം, അന്ന് എനിക്ക് മനസ്സിലായി. അത് മതിയല്ലോ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ ഉണ്ടെന്ന്, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ, അത്ര മതി. ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി ഈ ടൈപ്പ് പല സ്ഥലത്തും. അതിനായി പ്രസംഗിച്ചേ. സ്വന്തം പെറ്റതള്ള നടന്നു വരുമ്പോ ഏത്തക്കാപ്പ് എടുത്തോണ്ട് ഓടി. അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ട് പുള്ളിയെ കാണുന്നില്ല. അപ്പൊ കൂടെ വല്ല ആൾ അകത്ത് ചെന്നപ്പോ അകത്ത് ഏത്തക്കാപ്പം കഴിക്കുക. പെറ്റതള്ള വന്ന് തിന്നേരിക്കുക. എന്റെയും ഈ പുള്ളിയുടെ അല്ലെ കൊച്ചുനാളിൽ നമ്മുടെ അമ്മ അങ്ങനെ നമ്മളോട് കാണിച്ചോ? ഒരു ഏത്തക്കാപ്പവേ അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വന്നപ്പോ അത് നമുക്കാണ്. അമ്മ കഴിച്ചില്ല, അമ്മയ്ക്ക് ആരാണ്ട് കൊടുത്തതാ. തങ്ങമ്മ ഏത്തക്കാപ്പ എന്നാ നീ പൊതിഞ്ഞ് തന്നേക്കെ. അതുമായിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ നിൽക്കുന്നത്. ഉടനെ നമ്മക്കാണ് തന്നെ, അമ്മ കഴിച്ചില്ല. നിങ്ങൾ പറ, നിങ്ങൾ അങ്ങനല്ലേ ചെയ്യുന്നേ? ജോലി അങ്ങനല്ലേ ചെയ്യുന്നേ? അതാ ഏത്തക്കാപ്പം വേറെ 2 എണ്ണം കൂടെ തിന്നു ക്രീം തൂത്തച്ച് വീട്ടിലോട്ട് തരുവാണ്. അങ്ങനല്ലേ അമ്മമാരുടെ മനസ്സങ്ങനെ. സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു അല്ലാതെ ഒന്ന് പ്രാർത്ഥിച്ചിടുന്നുണ്ട്. ഒരു കാര്യമില്ല, 21 ഇരുന്നു സമാധി ഇരിക്കുമ്പോൾ ഇരിക്കാം. എന്തിനങ്ങനെ കുത്തിയിരിക്കുന്നു? കാലത്തും വൈകിട്ടും വന്നിങ്ങനെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകണ്ടേ? ഞാൻ എപ്പോഴും പറയും, ഓരോ ദിവസത്തെ പ്രാർത്ഥനയും ഓരോ നേരത്തെ പ്രാർത്ഥനയും കഴിയുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരണം. അത് വരുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവും വെറുതെ നമ്മേറെ തല്ലി പൊട്ടിക്കാൻ നീ എന്തുവാ ചിഞ്ചിനോ അങ്ങനെ ചിഞ്ചിനെ ഇതിലായിട്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓണം ഉണ്ടാക്കാൻ നല്ലാതെ യാതൊരു ഗുണവുമില്ല. സ്തോത്രം. ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടാകണം.
ഹല്ലേലൂയ. അപ്പൊ ഈ സഹോദരങ്ങളെ സ്വന്തം സഹോദരൻ ബെന്യാമീനെ കണ്ടപ്പോ മനസ്സങ്ങ് ഉരുകി. വായിച്ചേ, ഉരുകി. അനുജനെ കണ്ടിട്ട് യോസേഫിന്റെ മനസ്സുരുകിയത് കൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. അറക്കകത്ത് പോയാ കരഞ്ഞത്, ആരെയും കാണിച്ചില്ല കരയുന്നത്. എന്ത് മാതൃകയാണ്, ഒരിക്കലാണ്. അങ്ങനെ നീ അറക്കകത്ത് ആരും അറിയാതെ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ അത് അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അത് കാണുന്ന അറിയുന്ന ഒരു നല്ല ദൈവം ഉണ്ട്. പിന്നെ പുറത്തു വന്ന് പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്നു. മുഖം കഴുകി പുറത്തു വന്നു. എന്ത് മാതൃകയാണ്. നിങ്ങൾ കരയുന്നത് വേറെ ആരും അറിയരുത്. ചില വിഷയത്തിൽ ആരെയും അറിയിക്കുകയും ചെയ്യരുത്. രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. വിലാപങ്ങളിൽ വായിക്കുന്ന സിയോൻ പുത്രന്റെ മതിലെ നീ രാവും പകലും ഓലോണം കണ്ണീരൊഴുക്കുക, നിന്റെ കൺമണിക്ക് വിശ്രമം കൊടുക്കരുത്, കൺപോളം വിശ്രമിക്കരുത്, രാത്രിയിലെ വ്യാപാരപ്പത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കരയുന്നത്, നിലവിളിക്കുന്നത് വേറെ ആരും അറിയിക്കരുത്. കരഞ്ഞകത്ത് പോയി മുഖമെല്ലാം കഴുകി, അറിയത്തില്ല, മുഖം കഴുകി. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവീരെന്ന് കൽപ്പിച്ചു. അവർ അവന് പ്രത്യേകവും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ യോസേഫ് ഇവരോട് മാന്യമായി സംസാരിച്ചതാ. നിങ്ങൾ ഒന്നും ഭാരപ്പെടുവൊന്നും വേണ്ട. ഞാൻ ആ ഭാഗം വായിച്ചപ്പം യോസേഫ് ഇവരോട് പറയുന്ന ഒരു പദമുണ്ട്. എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച വിഷയമാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ദൈവത്തിന് സ്തോത്രം, യോസേഫ് ഇവരോട് പറയുന്ന ഒരു പദമുണ്ട്. നിങ്ങള് എനിക്ക് ദോഷമെല്ലാം നിരൂപിച്ചു, പക്ഷെ എന്റെ ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്തെന്ന് യോസേഫ് പറയുന്ന ഒരു പദമുണ്ട്. നിങ്ങൾ ആ ഭാഗം കണ്ടോന്ന് അറിയത്തില്ല. ഭൂമിയിൽ നിങ്ങൾക്കും സന്തതിക്കും ശേഷിച്ചിരിക്കേണ്ടതിന് വലിയൊരു രക്ഷ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിന് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. അല്ല, 45-ാം അധ്യായത്തിന്റെ 9 മുതലൊന്ന് വായിച്ചു. എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ ബന്ധപ്പെട്ട എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിലൊക്കെ അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എന്റെ അടുക്കൽ വരണം. നീ ഗോശേൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനി 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങളും എന്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കാണുന്നുവല്ലോ. മിസ്രയീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെ അപ്പനെ അറിയിക്കണം. പിന്നെ എന്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അപ്പൊ ഇവിടെ ആ ഭാഗം താഴോട്ട് പഠിച്ചു വരുമ്പോൾ യോസേഫ് പറയുന്നൊരു പദമുണ്ട്, ദൈവം നിങ്ങൾക്ക് മുമ്പായിട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. സഹോദരന്മാർക്ക് വെപ്രാളമായപ്പോ യോസേഫ് പറയാ, നിങ്ങൾക്ക് മുമ്പായിട്ട് ആകയാൽ നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. ആ പദം വായിച്ചത് എത്ര വാക്യമാണ്? 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ആകയാൽ നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. എങ്ങനെയുണ്ട്? ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പം സഹോദരന്മാരോട് പറയാം, നിങ്ങൾ ഭാരപ്പെടുവൊന്നും വേണ്ട, ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചെന്ന്. ദൈവം നിങ്ങൾ വ്യസനിക്കേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവം എന്നെ ആക്കി. ഞാനത് ചിന്തിച്ചപ്പം ഈ ദൈവം അയക്കുന്ന വിധമേ, ഒന്ന് പൊട്ടക്കണത്തിൽ തള്ളിയിട്ടു. നമ്മൾ എന്താ പറയാ, വ്യായ തള്ളിയിട്ടതാണ്. അല്ലെങ്കിൽ വ്യായൻ എന്നോട് ഞങ്ങൾ മാത്രമായി പെന്തിക്കോസിൽ, അതുകൊണ്ട് വ്യായനെ ദൈവം അയച്ച വിധമാണ്. ദൈവം അയച്ച് ആദ്യം കടത്തി തള്ളിയിട്ട്
വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റ്. പിന്നെ അവിടുന്ന് വലിച്ച് കരക്ക് കയറ്റി. ദൈവം അയക്കുന്ന വിധവ സ്നേഹത്തോടൊന്നും അല്ലല്ലോ വലിച്ചു കയറ്റിയത്. ദേഹമൊക്കെ വരഞ്ഞ് കാണുമായിരിക്കാം. വലിച്ചു കരക്ക് കയറ്റി. ആ അപ്പം കൊടുത്ത് നിലയങ്കി ഊരിയെടുത്തു. ദൈവം അയക്കുന്ന വിധവ. സ്തോത്രം. നിലയങ്കി ഊരിയെടുത്തു, കടത്തി തള്ളിയിട്ടു, പിന്നെ വലിച്ച് കയറ്റി, അടിച്ചു നടത്തി ചന്തയെ കൊണ്ടുപോയി വിറ്റ്. പലരും വന്ന് വില പേശുന്നു. ദൈവം അയക്കുന്ന വിധവ. പലരും വന്ന് ഒരുത്തം വന്ന് ചോദിച്ചു, എന്താ വില തരും? ഞാൻ പറഞ്ഞു 50 വെള്ളിക്കാശാന്ന് തരാം. ഒന്ന് കൊടുത്ത് 50-നൊന്നും ഇല്ല. വില പേശുക. ദൈവം അയച്ചെന്നായി പറയാമേ. ഒന്ന് കൊടുത്ത എന്റെ ചിന്തയാ. അവിടുത്തെ പറഞ്ഞ കാലും കൈയുമൊക്കെ ആരോഗ്യമുണ്ട്, പക്ഷെ മോതമുള്ളതല്ല. വില പേശുക. അതുകൊണ്ട് ഒരു 42-നാന്നേ അല്ല മുതലാളി പറഞ്ഞ 42 കൊടുക്കുകയല്ല. പുള്ളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? 30-നാണ് മേടിച്ചത്, 20-നാണ് മേടിച്ചത്. സ്തോത്രം. വില പേശുക. ദൈവം അയച്ചെന്നാ പറഞ്ഞത്. ഉടുതുണി പറിച്ചെടുത്തു, പൊട്ടക്കിണറ്റ് കിട്ടു, വലിച്ചു കയറ്റി, ചന്തയെ കൊണ്ടുപോയി വില പേശി ബാർഗെയിൻ ചെയ്ത് അവസാനം പൊത്തിപ്പറ് അവന്റെ വിലയ്ക്ക് വാങ്ങി. ദാസ്യപ്രവർത്തിക്കാൻ കൊണ്ട് ദൈവം അയച്ച പുള്ളിയാ. ഇപ്പം ആ ഭാഷ ശരിയല്ലെങ്കിൽ ചെട്ടിപ്പണി ചെയ്യുക. ദൈവം അയച്ചതാ. അവിടെയും ആക്ഷേപവും അപമാനവും ധാരാളം. പൊത്തിപ്പറിന്റെ ഭാര്യ അപമാനം. ദൈവം അയച്ച അറിഞ്ഞ. അത് കഴിഞ്ഞ് കാരാഗൃഹം. അവിടെ പ്രശ്നം ഉണ്ടോ? ഈ മേഖലകളിൽ കൂടി എല്ലാം. അപ്പൊ ഞാൻ ദൈവമക്കളോട് തരാനുള്ള പാഠം, ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടി പോകുമ്പോൾ നീ പ്രവറരുത്. നിന്റെ വസ്ത്രം പറിച്ചെടുത്തെന്ന് വരാം, ഒറ്റപ്പെടുത്തിയെന്ന് വരാം, പൊട്ടകണിന് തള്ളിയെന്ന് വരാം, വലിച്ചു കയറ്റിയെന്ന് വരാം, വിറ്റെന്ന് വരാം. പക്ഷെ യോസേപ്പിന് ഒരു കാര്യം അറിയാം, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഈ കഷ്ടതയും ഈ ദുരിതവും ഈ ദുഃഖവും ഈ പൈതരണികളെല്ലാം മാറുന്ന ഒരു ദിവസമുണ്ട്. നീ എന്നും ഒന്ന് ഭാരപ്പെടാൻ, തകർന്നു പോകാൻ, നശിച്ചു പോകാൻ, പൊട്ടക്കിണറ്റ് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സ്ഥിതിക്കും നിലയ്ക്കും മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. Praise the Lord. അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ
നമ്മൾ ഓർക്കുന്ന ദൈവം നല്ല രീതിയില് ദൈവം അയച്ച വിധമാണ്. ഓട്ടക്കിണർ, ഉടുത്ത വസ്ത്രം പറിച്ചെടുത്തു, ആക്ഷേപം, അപമാനം, കാരാഗൃഹം. പക്ഷെ ഇത് ദൈവകൃപയുള്ളവർക്ക് വിവേചിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ. ഇല്ലേ നമ്മൾ മുഴുവൻ ആൾക്കാരെയും പരാകുകയും ചെയ്യും. അല്ലെ പറയാം, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇച്ചിരി വിഷം ആരെങ്കിലും കാണും, ഇച്ചിരി വിഷം തരാം, എവിടുന്നേലും. പക്ഷെ ദൈവകൃപയുള്ളവർക്ക് മനസ്സിലാക്കാം ഈ വിഷയങ്ങളെല്ലാം ദൈവം പരിഗണിക്കും. ഇതിനെല്ലാം ദൈവം ഒരു മാറ്റം വരുത്തും. അത് യോസേഫിന്റെ നല്ല അത് ഫലപ്രദമായ വൃക്ഷം. സ്തോത്രം. ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരംഭം മുതൽ അവസാനം വരെ അറിയുന്നവനാണ്. നമുക്കറിയാത്തില്ല ദൈവം നമ്മളെ എങ്ങനെ നടത്താൻ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് നല്ല ഉറപ്പും ധൈര്യവും പ്രത്യാശയും ഉണ്ടാകും. ഈ കാണുന്ന കാണുന്നിടം വെച്ച് വിലയിരുത്തരുത്. കാണുന്നത് വെച്ച് വിലയിരുത്തിയ രക്ഷപ്പെടുകയല്ല, ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. സ്തോത്രം. ദർശനം ഉണ്ടായിരിക്കണം. അതെ, ആ ഭാഗമെല്ലാം ഇനി വിവരിക്കുന്നില്ല. ഇങ്ങനെ യോസേഫ് നേരത്തെ ക്രമീകരണം വരുത്തിയതാ. പക്ഷെ ഈ ചേട്ടന്മാർക്ക് ഇപ്പോഴും ബെറ്ററാണ്. അതുകൊണ്ട് അപ്പനെ അടക്കി വെച്ചെന്ന് വീഴുകയോ, അയ്യോ നമ്മള് അവനെ ദ്വേഷിച്ച് അവനോട് ചെയ്തതില്ല, അവൻ നമ്മളോട് ഇപ്പം പ്രതികാരം ചെയ്യും. അപ്പോൾ ചേട്ടന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇനിയിപ്പോ എന്നാ ചെയ്യാൻ പോകും, എന്നാ ചെയ്യാൻ, നമ്മളെല്ലാം വെട്ടിനകത്ത് വന്ന് വീഴണം, ഇനി മരുന്നെടുത്ത് വെച്ച്. അപ്പോൾ പറഞ്ഞു നമുക്ക് ഏതായാലും ഒന്നുകൂടെ പുള്ളിയുടെ വന്നിയെന്ന് പറയാം. നേരത്തെ ഇപ്പം 3-4 വട്ടം പുള്ളി പറഞ്ഞു, വന്നപ്പോൾ ഒന്ന് പറഞ്ഞു, പിന്നെ ഇടയ്ക്ക് പറഞ്ഞു, അറക്കകത്ത് കയറി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, പിന്നെ അതിനിടയ്ക്ക് നമ്മളോട് ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്കൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട, കൂടെ നമ്മളോട് പറഞ്ഞു, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചോദിക്കും. അങ്ങനെ ഒരു ലാസ്റ്റ് അറ്റ കൈക്ക് വരുന്ന ഭാഗം ആ 14 മുതൽ വായിച്ച ഇനി ഭാഗ്യം. ജോസഫ് അപ്പനെ അടക്കിയ ശേഷം അവന്റെ സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി. എല്ലാവരും തിരിച്ചും ഇസ്രായേലിലേക്ക് മടങ്ങി പോന്നു. അടുത്തതാ, അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, അപ്പച്ചൻ മരിച്ചല്ലോ എന്ന് ഇവര് കണ്ടിട്ട്, പക്ഷെ യോസഫ് നമ്മെ ദോഷിച്ച് നാം അവരോട് ചെയ്ത സകല ദോഷത്തിന് നമ്മൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ച് അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാവവും നീ ക്ഷമിക്കണമെന്ന് യോസഫിനോട് പറയുകയെന്ന് ഒരു മധ്യസ്ഥനെ നിർത്തി. ഇവർക്ക് എവിടെ ചെന്നാലും മധ്യസ്ഥം വേണം. ഇല്ല, ഇവർക്ക് ഒരു കാര്യവും ഡയറക്റ്റ് പറയുകയില്ല, എല്ലാം ഇടനിലക്കാരാണ്. യോസേഫിന്റെ വീട്ടിൽ പണ്ട് വന്നപ്പോഴും മധ്യസ്ഥോട് പറഞ്ഞു, ഞങ്ങളെല്ലാം പരമാർത്ഥികളാ, വലിയ സാറിനോട് പറയണം, ഞങ്ങൾ ഏതാ വീട്ടിൽ വന്നപ്പോഴേ വലിയ സാറിനോട് പറയണം, ഞങ്ങൾ ഒറ്റുകാരൊന്നും അല്ല, ഞങ്ങൾ പെന്തിക്കോസുകാരാ, അല്ലാതെ ഒറ്റുകാരൊന്നും അല്ലെന്ന്. വലിയ സാർ എപ്പം വരും? അപ്പോൾ അവർ പറഞ്ഞു വലിയ സാറ് ഒരു 12:30 കൂടി വരും, കാരണം ലഞ്ച്. ഒന്നാം ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് വലിയ സാറിനോട് പറയണം, ഞങ്ങൾ ഒറ്റുകാർ. വലിയ സാറ് ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ട് ഇവരെ മൈൻഡ് ചെയ്തില്ല, വലിയ സാർ അകത്തോട്ട് പോയി. അപ്പോൾ അവിടെ മധ്യസ്ഥനെ പിടിക്കുക. ഇവർക്ക് എവിടെ ചെന്നാലും ഒരു മധ്യസ്ഥൻ, ഇവര് ഹൈറേഞ്ചിൽ പോയാലും അവിടെ ഒരു മധ്യസ്ഥനെ ഒപ്പിച്ചു വെക്കും. കോട്ടയത്ത് നിന്ന് ഹൈറേഞ്ചിൽ പോയതാണ്, എന്നാൽ മര്യാദക്ക് ജോലി ചെയ്ത് ജീവിച്ചപ്പോൾ അവിടെ ഒരു
ഇവരത് മലബാറിൽ ചെന്നാലും ഇവിടുന്ന് ഒരു മധ്യസ്ഥനെ അന്ന് ചെറിയ പഴയ മധ്യസ്ഥന്റെ തിരിശേഷിപ്പാണ് തുണിയുടെ അറ്റം. ഇതിനു വേണ്ട തുണി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. നേരാണോ തിരിച്ചൊരു തുണി ഉള്ള പള്ളിയിൽ ഇതിനു വേണ്ട തുണി. അവര് പറഞ്ഞ ഈ നാഴിക വരെ ഞങ്ങൾക്ക് ഉടുപ്പാനില്ലെന്നാ. അപ്പോസ്തലന്മാര് പറഞ്ഞു ഈ നാഴിക വരെ ഞങ്ങൾ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഉടുക്കാൻ ഇല്ല. അങ്ങനെ ഇപ്പോഴത്തെ മിടുക്കന്മാർ പറയാം പുള്ളിയുടെ തിരിശേഷിപ്പ് 2000 കൊല്ലം കഴിഞ്ഞിട്ടും അപ്പോസ്തലന്മാർ പറഞ്ഞു ഞങ്ങൾ ഉടുക്കാൻ പോലും നേരിന് ചൊവ്വന് തുണി. അങ്ങനെ സകല സ്ഥലത്തും കൊണ്ട് തിരിശേഷിപ്പാണ് കാശുണ്ടാക്കാനുള്ള മാർഗമാണ്. ഇവർക്ക് എവിടെ ചെന്നാലും ഒരു മധ്യസ്ഥൻ ആവശ്യമാണ്. ഇവിടെ ഇവര് മധ്യസ്ഥനെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു ചെന്ന് പറയണം ഞങ്ങൾ അങ്ങനെയൊന്നും ഉള്ളവരല്ല. വായിച്ച അടുത്ത വാക്യം. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. പിന്നെ യോസഫ് കരഞ്ഞു. അടുത്തത് അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ദൈവത്തിന്റെ ടൈം കണ്ടോ? അവന്റെ സഹോദരന്മാരെല്ലാം ചെന്ന് അവന്റെ മുമ്പാകെ വീണു. പണ്ട് ഈ ദർശനം സ്വപ്നം പണ്ട് കണ്ടതാ. തന്റെ കത്ത് എഴുന്നേറ്റ് നിൽക്കുകയും മറ്റു കത്തുകളെല്ലാം വീണ് നമസ്കരിക്കും. അന്ന് മുതൽ തുടങ്ങിയ വൈരാഗ്യവും ചുരുക്കുക. പക്ഷെ യോസേഫിന്റെ ഹൃദയം നല്ല ഹൃദയമാണ്. യോസേഫ് ഇതിനൊന്നും പ്രതികാരവും ചെയ്തില്ല, മറുപടിയും പറഞ്ഞില്ല, എല്ലാം ശാന്തമായിട്ട് സഹിച്ചു. വർഷങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ ദൈവം അത് നിറവേറ്റി. അവന്റെ സഹോദരന്മാരെല്ലാം അവന്റെ മുമ്പാകെ ചെന്ന് വീണു. അടുത്തത് ഇതാ ഞങ്ങൾ നിനക്ക് അടിമകളെന്ന്. ഞങ്ങൾ നിനക്ക് അടിമകൾ. അടുത്തത് യോസേഫ് അവരോട്. അപ്പൊ യോസേഫ് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. യോസേഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമായി ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കണം. ഇവര് ചിന്തിച്ച ദോഷമെല്ലാം ദൈവം ഗുണമാക്കി. ഇന്നലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇവിടെയും ദൂരത്തിരുന്ന് കേൾക്കുന്നവരോട് പറയട്ടെ, നിനക്ക് വിരോധമായി അനേകർ ദോഷം നിരൂപിക്കും, ചിന്തിക്കും. പക്ഷെ നീ ഭാരപ്പെടണ്ട, നിന്റെ ദൈവം അതെല്ലാം നിനക്ക് ഗുണമാക്കി തീർക്കും. സഹോദരങ്ങളോ ചാർച്ചക്കാരോ വേണ്ടപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ അവൻ ആരുമായിക്കോട്ടെ, അവൻ ദേശക്കാരോ നാട്ടുകാരോ ഒക്കെ നിനക്ക് വിരോധമായി ദോഷം വിചാരിക്കും, ദോഷം നിരൂപിക്കും, ദോഷം ചിന്തിക്കും. എന്നാൽ നീ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ഭജിക്കുന്നെങ്കിൽ അത് മുഴുവൻ ദൈവം നിനക്ക് ഗുണമാക്കി തീർക്കും. ദോഷവും തെറ്റാതെ അവൻ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തോയും പകൽ പടക്കുന്ന ആശ്രയത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതെല്ലാം ഗുണമാക്കി തീർക്കും. ദൈവമെല്ലാം ഗുണമാക്കി തീർക്കും, ഗുണമാക്കി തീർക്കും. ദൈവം ഗുണമാക്കി തീർക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ ജ്യേഷ്ഠന്മാരെല്ലാം ദോഷം വിചാരിച്ചു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു. ഞാന് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത് ഗുണമാക്കി തീർക്കുന്ന ദൈവമെന്ന്. അത് പിന്നീട് പുറകാല സമയം കിട്ടുകയാണ് പറയാം. അപ്പൊ ഈ ആദ്യം എടുക്കേണ്ടത് ദോഷം വിചാരിച്ചു. ഇവര് ധാരാളം ദോഷം വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഒന്നും രണ്ടുമല്ല. ഒന്ന് രണ്ട് കാര്യം ഒന്ന് ചിന്തിച്ചേച്ച് നമുക്ക് ഗുണമാക്കി തീർത്തതിലോട്ട് വരാം. എന്നാലും ഗുണമാകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. സ്തോത്രം. ഇപ്പം 5-6 ദിവസമായിട്ട് പ്രാർത്ഥന ഇരിക്കുകയല്ലേ, ഗുണമാകുമോ ഇല്ലയോ എന്ന് നോക്കാം.
അപ്പൊ ഈ ദോഷം ഇവര് വിചാരിച്ചു ഒന്ന് രണ്ട് ദോഷങ്ങള്. ഒന്ന്, ഈ സഹോദരന്മാര് ഈ യോസേപ്പിനോട് ഈ സമാധാനപരമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. അതായത് ദോഷം. ഇവര് കുടുംബത്തായിരുന്നപ്പോഴേ, വീട്ടിലായിരുന്നപ്പം 10-12 ഇല്ലേ, എന്ത് ചെയ്ത യോസേപ്പിനോട് ഇവര് സമാധാനപരമായിട്ട് സംസാരിക്കുക. സ്തോത്രം. ദൈവമക്കൾ സമാധാനപരമായിട്ട് സംസാരിക്കണം. സ്തോത്രം. ഞാൻ വാക്യം തെളിയിക്കാം. 37-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്താണ്